കേരളത്തിലെ രാഹുൽ പറയുകയാണ് ആ, എനിക്കെതിരെ പരാതിയില്ലെന്ന്. പക്ഷേ കേന്ദ്രത്തിലെ രാഹുൽ പരാതി നൽകാതെ ഓടി ഒളിക്കുകയാണ്. അതിനിടയിലാണ് ഈ വിവാദങ്ങൾക്കിടയിലാണ് സുപ്രീം കോടതിയിൽ ഒരു ഹർജി വന്നിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഈ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണല്ലോ. കാരണം വോട്ടുമായി ബന്ധപ്പെട്ട അനാവശ്യ വിവാദങ്ങൾക്കെതിരെ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയിൽ ഒരു ഹർജി വന്നിരിക്കുന്നത്. നാം ഇന്ത്യയിൽ ഉടനീളം ഈ പാർട്ടി ജനങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഘട്ടത്തിൽ വന്നപ്പോഴാണ് ഇത് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തത്. അല്ല, ഇത് ഒരു പൊതു താല്പര്യ ഹർജി അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ മുൻ അധ്യക്ഷൻ കൂടിയായ സതീഷ് അഗർവാളാണ് ഈ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് സുപ്രീം കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടില്ല. അതിൽ പ്രധാനമായിട്ടും അദ്ദേഹം ഉന്നയിക്കുന്നത് ഇങ്ങനെ ഭരണഘടനയ്ക്കും കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിക്കുമൊക്കെ എതിരെ അധിക്ഷേപം ഉന്നയിക്കുന്ന, അതിനുവേണ്ടി അതിനെ ഡിഫൈൻ ചെയ്യുന്ന വിധത്തിൽ പ്രക്ഷോഭം വരെ സംഘടിപ്പിക്കുന്ന കോൺഗ്രസിനെ രജിസ്ട്രേഷനിൽ നിന്ന് റദ്ദാക്കണം എന്നുള്ളതാണ്. ദേശീയ പാർട്ടി എന്നുള്ള രജിസ്ട്രേഷൻ റദ്ദാക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യം. പിന്നെ രണ്ടാമത് അദ്ദേഹം ആവശ്യപ്പെടുന്നത് SIR സംബന്ധിച്ച് സമഗ്ര വോട്ടർ പട്ടിക പുനഃസംഘടന സംബന്ധിച്ച ഒരു വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുകയും ഇലക്ഷൻ കമ്മീഷനെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് ആ വിചാരണ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു പ്രക്ഷോഭം നടത്തുന്നത് ഇരട്ടത്താപ്പല്ലേ, അത് സുപ്രീം കോടതിയെ കൂടി ഇത്തരം കാര്യങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നതല്ലേ എന്ന അർത്ഥം വരുന്ന വിധത്തിലാണ് ആ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇത്രയും വിവാദങ്ങൾ ഉണ്ടായിട്ടും പരാതി നൽകാൻ രാഹുൽ ഗാന്ധി തയ്യാറാകുന്നില്ല. പരാതി നൽകാനും തയ്യാറായിട്ടില്ല. സുപ്രീം കോടതിയിലെ ഹർജിയും അദ്ദേഹമല്ല ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കാരണം കൊണ്ട് ഒരുപക്ഷെ അത് അത്ര ഇപ്പോൾ ഒരു സബ്ജുഡീസ് ആകുന്ന ഒരു വിഷയം ഉണ്ടാകാൻ സാധ്യത ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോൺഗ്രസ് നേരിട്ട് അത്തരത്തിൽ ഒരു പരാതി കൊടുത്തിട്ടില്ല. അപ്പോൾ മറ്റ് വ്യക്തികളും ഇത്രയും പിന്നെ അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസും ഒക്കെയുള്ള സംഘടനകളൊക്കെയാണ് അതിനകത്ത് പരാതികൾ, അതുപോലെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അല്ലാതെ നേരിട്ട് കോൺഗ്രസ് ഒരു പരാതി സമർപ്പിച്ചിട്ടില്ല. എന്തായാലും ഇത് നന്നായിട്ടുണ്ടല്ലേ, ഈ കോൺഗ്രസ് പാർട്ടി അതിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഒരു ഹർജി വന്നിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന വീഴ്ചകൾ ഉണ്ടെങ്കിൽ, പരാതികൾ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ പോകാമായിരുന്നല്ലോ, രാഹുൽ ഗാന്ധിക്ക് പോകാമായിരുന്നല്ലോ. അദ്ദേഹം അതിന് തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതുപോലെ ഒരു സത്യവാങ്മൂലം എഴുതി കൊടുക്കാനോ അല്ലെങ്കിൽ വെറും ഒരു അപേക്ഷ എഴുതി ഒപ്പിട്ട് കൊടുക്കാനോ പോലും അദ്ദേഹം തയ്യാറായില്ല. തൻ്റെ പരാതികൾ ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞൊരു അപേക്ഷ കൊടുക്കാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല, അത്തരത്തിലും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ടാണ് അദ്ദേഹം പ്രക്ഷോഭം നടത്തുന്നത്. ജനങ്ങളുടെ മുമ്പേ പറയും, അല്ലാതെ കോടതിക്ക് മുമ്പേ പറയാനോ ഇലക്ഷൻ കമ്മീഷനിൽ എഴുതി കൊടുക്കാനോ തയ്യാറില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. എന്തായാലും ഈ കേസ് ഇതുവരെ ഫയൽ സ്വീകരിക്കാത്തതുകൊണ്ട് നമുക്കിതിൻ്റെ ഭാവിയെക്കുറിച്ച് പറയാൻ കഴിയില്ല. പിന്നെ രജിസ്ട്രേഷൻ റദ്ദാക്കണം എന്ന് പറയുന്നത് ഒരു വിധത്തിൽ ശരിയുമല്ല. കാരണം ഇന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാനായിട്ട് ഇലക്ഷൻ കമ്മീഷൻ അധികാരമില്ല. അവർക്ക് ഇപ്പം നമ്മൾ അംഗീകൃത പാർട്ടികളെ ഒന്നും അങ്ങനെ രജിസ്ട്രേഷനിൽ നിന്ന് പുറത്താക്കാനായിട്ട് ഇപ്പോൾ ഒരു പവർ ഇലക്ഷൻ കമ്മീഷനില്ല. അത് വേണമെന്ന് പല പ്രാവശ്യങ്ങളായിട്ട് അവർ ആവശ്യപ്പെട്ടെങ്കിലും നമ്മുടെ ലോ കമ്മീഷൻ അതിന് അനുകൂലമായിട്ട് നിന്നെങ്കിലും ഇതുവരെയും അത് ഒരു നിയമമായി വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു ചോദ്യം അസ്ഥാനത്താണ്. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫയൽ സ്വീകരിക്കുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പൂർണ്ണമായും ബോധ്യമല്ലാന്ന്. ഇപ്പം നമ്മൾ ഇപ്പോൾ കുറേ രാഷ്ട്രീയ പാർട്ടികളെ അംഗീകാരമില്ലാത്ത എന്നാൽ രജിസ്റ്റർ ചെയ്ത പാർട്ടികളെ ഡീലിസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പം തന്നെ അത് രജിസ്ട്രേഷൻ റദ്ദാക്കുകയല്ല ചെയ്തിരിക്കുന്നത്, ഡീലിസ്റ്റിംഗ് എന്നാണ് അതിന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് അംഗീകാരമില്ലാത്ത പാർട്ടികളാണ്. അപ്പോൾ ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പാർട്ടിയാണ്, അതിന് അംഗീകാരമുള്ള പാർട്ടിയാണ്. അപ്പോൾ അതിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ സുപ്രീം കോടതിക്ക് ഇലക്ഷൻ കമ്മീഷന് പവറില്ല. ഇത്തരം വിവാദങ്ങൾ നിരന്തരം ഉണ്ടായിട്ടും ഇദ്ദേഹത്തിന് എവിടെ നിന്നാണ് ധൈര്യം ലഭിക്കുന്നത്? ഈ അനാവശ്യ വിവാദങ്ങൾ എന്തും വിളിച്ചു പറയാം, ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരെ എന്തും വിളിച്ചു പറയാം, പക്ഷെ പരാതിയില്ല, ഞാൻ പറയും. അതാണ് ഇന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞിരിക്കുകയാണ്. വോട്ട് ചോരി എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ തല ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്, തലയ്ക്കകത്തുള്ളതും മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് എന്ന് അദ്ദേഹം ഇന്നൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതായത് ഇതിൽ വൈദേശികമായ ശക്തികളടക്കം അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ടോ, അദ്ദേഹത്തിൻ്റെ ബ്രെയിനിനെ അവർ മോഷ്ടിച്ചോ എന്നുള്ളതാണ്
ഫട്നാവിസ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് കാണിക്കുന്നത് BJP ഇതിനെ ശക്തമായി എതിർത്തുകൊണ്ട് ഇനി മുന്നോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അവരും ഇതിനെ ശക്തമായി പ്രതിരോധിക്കാൻ സാധ്യതയുണ്ട്. കാരണം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വളരെ ആസന്നമായിരിക്കുകയാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി രാഹുൽ ഗാന്ധി കാടടക്കി പ്രചരണം നടത്തുകയും എന്നാൽ വേണ്ട ഫോറങ്ങളിലൊന്നും ഇത് രേഖാമൂലമായിട്ട് ഉന്നയിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ BJPക്കും അത് പ്രതിരോധിക്കേണ്ടതായിട്ട് വരും ദിവസങ്ങളിൽ അത്തരം പല നാടകങ്ങൾ കൂടി BJP ഇത് ആവശ്യപ്പെട്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ രാജിവെച്ച് പോകൂ എന്നാണ് പറയുന്നത്. അതെ, അത് പറഞ്ഞുകൊണ്ട് രാജിവെക്കണമെന്നില്ലല്ലോ. തീർച്ചയായിട്ടും ഇപ്പോൾ നടക്കുന്നത് മറ്റൊരു അധികാര കൈമാറ്റത്തിനുള്ള നീക്കമാണെന്ന് ഇന്ന് BJPയിലെ പലരും സംശയിക്കുന്നു, പറയുന്നു. കാരണം തേജസ്വി യാദവ് എന്ന് പറഞ്ഞു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ രാഹുൽ ഗാന്ധി പരമയോഗ്യനാണ് എന്ന്. ഇന്ന് വരെ ഘടകകക്ഷികൾ അങ്ങനെ അംഗീകരിച്ചിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ അത്തരത്തിലേക്ക് ഒരു ഇത് വന്നതോടുകൂടി ഇപ്പോൾ ഇത് ഇലക്ഷൻ കമ്മീഷനെ ബാധിക്കുന്ന വിഷയമല്ല, വോട്ടുകളെ ബാധിക്കുന്ന വിഷയമല്ല, രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാനുള്ള ഒരു രാഷ്ട്രീയ വിഷയമായി ഇത് അധപ്പതിച്ചു എന്ന് BJPക്കാർക്ക് പറയാനുള്ളൊരു അവസരം കൂടി ഇപ്പോൾ തേജസ്വിയുടെ വാക്കുകൾ കടമെടുത്താൽ കിട്ടിയിരിക്കുകയാണ്. എന്നാൽ മമതാ ബാനർജി അടക്കമുള്ളവർ ഇപ്പോഴും രാഹുലിന്റെ നേതൃത്വത്തെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത. മമതാ ബാനർജിക്കും ഇതേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ വോട്ട് പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്കത്ര യോജിപ്പല്ലെങ്കിലും അവർ ഇന്നും കൈകോർക്കാൻ തയ്യാറായിട്ടില്ല. ആം ആദ്മി പാർട്ടി അതുപോലെ കൈകോർക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇന്ത്യ മുന്നണിയിലെ എല്ലാവരും യോജിച്ചു എന്ന് പറയുന്നെങ്കിലും ഈ വിഷയത്തിൽ പൂർണ്ണമായ ഒരു യോജിപ്പ് എത്തിയെന്ന് പറയാനാവില്ല. അതേസമയം സ്റ്റാലിൻ, പിന്നെ അഖിലേഷ് യാദവ് തുടങ്ങിയ നേതാക്കളെയൊക്കെ അവിടെ കൊണ്ടുവരാനായിട്ട് പിന്നെ ഇടതുപക്ഷ പാർട്ടി ഇന്ത്യ സഖ്യം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ചില നേതാക്കൾ വളരെ ഐക്യത്തോടു കൂടി നിൽക്കുകയും ചിലർ ഇപ്പോഴും അവസരമായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും ഇന്ത്യ മുന്നണിക്ക് ഈ ഒരു പ്രക്ഷോഭം വിട്ടുകളയാൻ അത്ര താല്പര്യമുണ്ടാവില്ല. കാരണം നരേന്ദ്രമോദി സർക്കാരിനെ കുറിച്ച് മറ്റൊന്നും പരാതി പറയാനായിട്ട് അവർക്കില്ല. അപ്പോൾ ഇപ്പോൾ പരാതി പറയാനുള്ളത് ഒരു കെട്ടടങ്ങിയ അവസ്ഥയല്ലേ. ഏകദേശം അതൊന്ന് പിന്നെ മുമ്പുണ്ടായിരുന്ന ഹൈപ്പ് നഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ജയിലിൽ ആയാൽ 31ാമത്തെ ദിവസം രാജിവെക്കണമെന്ന പുതിയ ബില്ല് വന്നതോടുകൂടി ആ ചർച്ചയിലും അതിൻ്റെ ഭരണഘടനാ സാങ്കത്യത്തിലുമൊക്കെ വന്നു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ബീഹാറിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നു. ലാലു പ്രസാദ് യാദവ് ഇതുപോലെ ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം സുപ്രീം കോടതിയുടെ ഒരു കാരുണ്യം കൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തോട് അടക്കമുള്ള നിലപാടുകൾ എന്തായിരിക്കും? അതുപോലെ തന്നെ രാബറി ദേവിക്കും തേജസ്വി യാദവിനുമൊക്കെ എതിരെ പലവിധ കേസുകളുണ്ട്. അതിനെക്കുറിച്ചുമൊക്കെ തികഞ്ഞെടുത്ത് ചർച്ച ചെയ്യാനും ഇലക്ഷനിൽ മുന്നിൽ കൊണ്ടുവരാനും ഒക്കെ BJPക്കും അവസരമാകും. എന്നാൽ BJP ഭയക്കുന്ന ഒരു കാര്യം, നിതീഷ് കുമാറിന് ആൻറ്റി ഇൻകംബൻസി വളരെ ശക്തമായിട്ടുണ്ട്. 2005 മുതൽ 2014 വരെയും അദ്ദേഹം ബീഹാറിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം 2 ടേമായിട്ട് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. 2025 കാലാവധി ഇപ്പോൾ ഈ ഇലക്ഷനോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ 20 വർഷം അങ്ങനെ തന്നെ ഏതാണ്ട് അദ്ദേഹം ഭരണത്തിലിരുന്നയാളാണ്. പിന്നെ 2000 ഇതിന് മുമ്പ് ഒരിക്കലും ഭരണത്തിലിരുന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം അവിടെ മുഖ്യമന്ത്രിയായിരുന്ന പ്രധാനികളിൽ ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. പക്ഷേ ഈ അടുപ്പിച്ചടുപ്പിച്ച് ഭരണത്തിലിരുന്നതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമാണ്. അത് BJPക്കും ഒരു ഭയമുണ്ട് ഇദ്ദേഹത്തിന്. പക്ഷേ ഇദ്ദേഹത്തിനെ മാറ്റിക്കൊണ്ട് വേറൊരു മുഖ്യമന്ത്രിയെ നിർത്തി മത്സരിക്കാനുള്ള സാധ്യതയും ഇല്ല. കാരണം ഇദ്ദേഹം കേന്ദ്രമന്ത്രിസഭയെ പിന്തുണയ്ക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നിതീഷ് കുമാറിനെ ചുമക്കേണ്ട ബാധ്യതയും BJPക്കുണ്ട്. അപ്പോൾ BJP ഇതെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ടാണ് പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഇതിനെതിരെ ശക്തമായ നീക്കങ്ങൾ BJPയുടെ ഭാഗത്തുനിന്നും NDAയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമ്പോൾ അംഗം കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.